സിറിയയിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്ക ശക്തമായ വ്യോമാക്രമണം നടത്തിയെന്ന് റിപ്പോർട്ടുകൾ. അമേരിക്കൻ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് ആണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച സിറിയയിൽ അമേരിക്കൻ സൈനികർക്ക് നേരെ നടന്ന ആക്രമണത്തിന് മറുപടിയായിട്ടാണ് ഇപ്പോഴത്തെ ഈ സൈനിക നീക്കം. ആക്രമണത്തിന് പിന്നാലെ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അന്ന് തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് വ്യോമാക്രമണം ഇപ്പോൾ നടന്നത്. കഴിഞ്ഞ ശനിയാഴ്ച മധ്യ സിറിയൻ നഗരമായ പാൽമിറയിൽ അമേരിക്കൻ സിറിയൻ സൈന്യങ്ങളുടെ വാഹന വ്യൂഹത്തിന് നേരെ നടന്ന ആക്രമണത്തിൽ 2 അമേരിക്കൻ സൈനികരും ഒരു സാധാരണക്കാരനും കൊല്ലപ്പെട്ടിരുന്നു. അന്ന് 3 സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആക്രമണം നടത്തിയത് IS ഭീകരരാണെന്നായിരുന്നു പ്രാഥമിക നിഗമനം. അതിന് തിരിച്ചടിയായിട്ടാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ വ്യോമാക്രമണം. ഓപ്പറേഷൻ ഹോക്കായ് സ്ട്രൈക്ക് എന്ന പേരിലാണ് സിറിയയിലെ IS ഭീകരരുടെ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് അമേരിക്ക ആക്രമണം തുടങ്ങിയത്. പെന്റഗൺ മേധാവി പെറ്റെ ഹെക്സത്ത് ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. IS ഭീകരരെയും അവരുടെ എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും ആയുധ കേന്ദ്രങ്ങളും ഇല്ലാതാക്കുന്നതിനായി അമേരിക്ക സിറിയയിൽ ഓപ്പറേഷൻ ഹോക്കായ് സ്ട്രൈക്ക് ആരംഭിച്ചതായി പെന്റഗൺ മേധാവി സാമൂഹിക മാധ്യമങ്ങളിലൂടെ അറിയിച്ചു. ഡിസംബർ 13 അമേരിക്കൻ സേനയ്ക്കെതിരെ നടത്തിയ ആക്രമണത്തിനുള്ള ഒരു തിരിച്ചടിയാണിതെന്നും അദ്ദേഹം പറഞ്ഞു. അമേരിക്കക്കാരെ നിങ്ങൾ ലക്ഷ്യം വെച്ചാൽ നിങ്ങൾ ആരാണെങ്കിലും എവിടെയാണെങ്കിലും അമേരിക്ക നിങ്ങളെ വേട്ടയാടുമെന്നും ക്രൂരമായി തന്നെ കൊല്ലുമെന്നും പെന്റഗൺ മേധാവി മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. മധ്യ സിറിയയിലെ 70ഓളം IS കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് അമേരിക്ക വൻരീതിയിൽ ആക്രമണം നടത്തിയതെന്നാണ് റിപ്പോർട്ട്. കൂടുതൽ ആക്രമണങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാമെന്നും പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത അമേരിക്കൻ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത്യാധുനിക യുദ്ധവിമാനങ്ങളായ F-15 ഈഗിൾ, A-10 തണ്ടർബോൾട്ട് തുടങ്ങിയവയും AH-65 അപ്പാച്ചെ ഹെലികോപ്റ്ററുകളും അടക്കം ഉപയോഗിച്ചാണ് അമേരിക്ക IS കേന്ദ്രങ്ങളിൽ തിരിച്ചടി നടത്തിയതെന്നാണ് വിവരം. ജോർദാനിൽ നിന്നുള്ള അമേരിക്കയുടെ F-16 യുദ്ധവിമാനങ്ങളും ഹിമാർസ് മിസൈലുകളും ഈ സൈന്യം ഉപയോഗിച്ചതായും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പാണ് IS ഭീകരർ നടത്തിയ ആക്രമണത്തിൽ 2 സൈനികരടക്കം 3 അമേരിക്കക്കാർ കൊല്ലപ്പെട്ടത്. സിറിയയിലെ പാൽമിറയിലായിരുന്നു സംഭവം നടന്നത്. അന്ന് ഇത് ആക്രമണം നടത്തിയ ഒരാളെ US സൈന്യം വധിച്ചിരുന്നു. അതിന് പിന്നാലെ ISന് കനത്ത തിരിച്ചടി നൽകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അമേരിക്കൻ ആക്രമണത്തിന് സിറിയൻ പ്രസിഡന്റിന്റെ പൂർണ്ണ പിന്തുണയുണ്ടെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷരക്ക് നിയന്ത്രണമില്ലാത്ത മേഖലയിലാണ് അമേരിക്കൻ സൈന്യത്തിന് നേരെ കഴിഞ്ഞ ആഴ്ച IS ഭീകരവാദികളുടെ ആക്രമണം നടന്നത്.